അബ്ദുറഹീം അബ്ദുള്ള. ഞങ്ങൾ വന്നത് കണ്ണൂരിൽ നിന്നാണ്. ഞാനും എൻ്റെ കൂട്ടുകാരനും ഭാര്യയും എൻ്റെ ഭാര്യയും മകളും ഞങ്ങളൊരു 5 പേരടങ്ങുന്ന ഒരു യാത്രയാണ്. കുറഞ്ഞ ദിവസത്തേക്കാണ് ഞങ്ങൾ വന്നത്. ഈ പ്ലാനിങ് ഞങ്ങൾ കുറേ മുമ്പേ ചെയ്തതാണ്. കാരണം ഏകദേശം ഒരു വർഷത്തോളമായി ഞങ്ങൾക്ക് ആലപ്പുഴയായിട്ട് നല്ലൊരു ബന്ധമാണ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. വെഗയിൽ വന്നിട്ട് ഒന്ന് പാതിരാമണൽ. ഞങ്ങളന്ന് ബോട്ടിൽ സഞ്ചരിച്ചപ്പോൾ ആ ഒരു ദ്വീപിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പാതിരാമണൽ ഒരു ഭയങ്കര ആകർഷിച്ച ഒരു സ്ഥലമായിരുന്നു. ഞങ്ങളന്ന് കണക്കൂട്ടിയ ഫാമിലിയും കൂട്ടി വരണമെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴയിൽ വന്നിട്ട് പലരും തിരിച്ചു പോകുന്നത് ഒരു സന്തോഷത്തോടെയല്ല, വലിയൊരു തുകയും കളഞ്ഞു. പിന്നെ ആ ഒരു യാത്ര ആലപ്പുഴ ബോട്ടിങ് എന്നുള്ള ഒരു ബോറിങ് എന്ന് പറഞ്ഞാൽ ചില ബിസിനസ് സംബന്ധമായിട്ട് നമ്മളിവിടെ സിറ്റുവേഷൻ ആയിരിക്കും. പല ചീറ്റ് ചെയ്യപ്പെട്ട പല അവസരങ്ങളും സന്ദർഭങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ കൂട്ടുകാരും കണ്ണൂരിൽ നിന്ന് അവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആലപ്പുഴ എന്ന് പറയുമ്പോൾ അവർക്കൊരു ഇതാണ്. പക്ഷേ ഞങ്ങളിത് ശരിക്കും പ്ലാൻ ചെയ്തതാണ്. ഞങ്ങൾ 2 ദിവസം യാത്ര ആയാലും ഈ 2 ദിവസത്തേക്ക് ഞങ്ങൾക്ക് പ്രധാനമായിട്ട് ഏകദേശം സ്ഥലം ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ താങ്കൾ പറഞ്ഞതുപോലെ മിക്ക സ്ഥലവും ഞങ്ങൾ കണ്ടു. സുന്ദരമായ യാത്രയോടൊപ്പം സുന്ദരമായ സ്വഭാവം കൂടി നിങ്ങൾ ഒത്തുചേർന്നപ്പോൾ അതിന് ഏറൊരു ഭംഗി, അതിനെന്താ ഒരു മാധുര്യം കൂടി. ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. അങ്ങനെ മനസ്സുണ്ട്. ക്യാഷ് എല്ലാവർക്കും ഉണ്ടാക്കാൻ ക്യാഷ് നിങ്ങൾ വന്ന് വാങ്ങിപ്പോകും. പക്ഷേ താങ്കളുടെ ഓർമ്മകൾ, ആ മനസ്സ്, ആ തന്ന നിമിഷങ്ങൾ കൂടെ നമുക്കൊന്ന് പുറത്തു പോകാൻ അനുവദിച്ചതും എല്ലാം നിങ്ങൾ അതിൻ്റെതായ ഐഡിയയിൽ നിങ്ങളെ കൊണ്ട് ആ 5 മണിക്കൂർ കൊണ്ട് എന്തെല്ലാം തീർക്കാൻ പറ്റുന്ന ആ രീതിയിൽ വളരെ ഭംഗിയും സന്തോഷമായി നിർവഹിച്ചു. അതിൻ്റെ എല്ലാ ക്രൂ മെമ്പേഴ്സും എല്ലാവരും ഒരാളൊന്നിന് കുറവല്ല. അതിനോടൊപ്പം നമുക്ക് ഇതിൻ്റെ വിശദീകരണം നൽകിയ സുജിത് സാർ വളരെ വിശദമായിട്ട് അതിൻ്റെ ശാസ്ത്രീയമായിട്ട് ഓരോ സ്ഥലത്തെത്തുമ്പോഴും വളരെ വിശദമായി ഞാൻ ചിന്തിച്ചു പോയി. ഒരു എന്താ പറയുക, നമ്മൾ അതിൻ്റെ ഒരു വിശദീകരിക്കുന്ന രീതിയിൽ ഒന്നും തെറ്റിപ്പോകാതെ ഓരോ സ്ഥലത്തും വളരെ സുന്ദരമായിട്ട് ശാസ്ത്രീയപരമായിട്ട് നമ്മളൊരു പുസ്തകത്തിൽ പഠിക്കുമ്പോൾ ഈ ചരിത്രങ്ങളടക്കം വളരെ വിശദമായിട്ട് പറഞ്ഞു. അതിനോടൊപ്പം പിന്നെ മതപരമായിട്ടുള്ള കാര്യങ്ങളും കൂടി അദ്ദേഹം പറഞ്ഞു തന്നു. അപ്പോൾ ഇത്രയും ഒരു യാത്ര വളരെ സുന്ദരമാക്കി. അതിനോടൊപ്പം ഇവരെ ആ ഭക്ഷണം എല്ലാം കൂടി ഞങ്ങൾ ഹാപ്പിയാണ്, സന്തോഷമാണ്. ഈ യാത്രക്ക് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയ്ക്ക് സഹായങ്ങൾ ചെയ്തു തന്ന, അതോടൊപ്പം അത് നല്ല മാനസികമായിട്ട് നല്ല പെരുമാറിയ എല്ലാ കുടുംബങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ദൈവം സഹായിച്ചാൽ ഇനിയും നമ്മൾക്ക് വരാം.